ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു SCRT ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ 7-ാം തീയതിയും നവംബർ 11-ാം തീയതിയും LDC മെയിൻ എക്സാമിന്റെ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമുദ്രവും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു, സമുദ്രങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഭാഗമാണ്. 2 എക്സാമിനും ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ 20-ാം തീയതിക്ക് മുന്നേ തന്നെ എല്ലാ SCRT ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ നോക്കാം. ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഉപഭോഗം എന്നുള്ളത് നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും അറിയപ്പെടുന്നതാണ് ഉപഭോഗം. എന്താണ് ഉപഭോഗം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഉപഭോക്താവ് ആരാണ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നത് അറിയപ്പെടുന്നതാണ് സംതൃപ്തി. എന്താണ് സംതൃപ്തി? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നത് അറിയപ്പെടുന്നതാണ് സംതൃപ്തി. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തതിന് കാരണമായിട്ടുള്ള നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. 1986-ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. 1986-ലാണ്. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപഭോക്തൃ കോടതികളാണ്. ഓക്കെ, ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഇനി ഉപഭോക്തൃ കോടതികൾ, അതിൻ്റെ ഘടന, അധികാരം എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്നാണ് നമുക്ക് ഒക്ടോബർ 7-ാം തീയതിയും അതുപോലെ നവംബർ 11-ാം തീയതിയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നവംബർ 11-ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നുള്ളതാണെന്ന് തോന്നുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളും. ഓക്കെ, പ്രസിഡന്റും 2 അംഗങ്ങളും ആണ് ഉണ്ടാവുന്നത്. ഒരംഗമെങ്കിലും ആരായിരിക്കണം? വനിതയായിരിക്കണം. ഒരംഗമെങ്കിലും വനിത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു, പ്രസിഡന്റും 2 അംഗങ്ങളും ഉണ്ടായിരിക്കും, ഒരംഗമെങ്കിലും വനിത ആയിരിക്കണം. ഇനി അധികാരം എന്ന് പറയുന്നത് എന്താണ്? 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ അധികാരമാണ്. ഓക്കെ, അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളും തന്നെയാണ് ഉള്ളത്. ഒരംഗമെങ്കിലും വനിത ആയിരിക്കണം. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനും അതുപോലെ തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ ഒരു പോയിന്റും കൂടിയുണ്ട്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഓക്കെ, കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്.
20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അവിടെ ജില്ല എന്തായിരുന്നു? 20 ലക്ഷം വരെയായിരുന്നു. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആകുമ്പോഴേക്കും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഓക്കെ, ഇനി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ കാര്യം നോക്കുമ്പോൾ ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ്. ഓക്കെ, പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ്. ഇവിടെ വ്യത്യാസമുണ്ട്, പഠിച്ചു വെക്കുക. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്കുണ്ട് അധികാരം? കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ദേശീയ ഉപഭോക്തൃാണല്ലോ, അപ്പോൾ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇനി ഇവിടെ 1 കോടിക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, 20 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ എന്താണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 1 കോടിക്ക് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങളാണ് നോക്കുന്നത്. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാതി നൽകാവുന്നതാണ്. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ പോരായ്മകൾ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പരാതി നൽകാം. ഇനി വിവിധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പരാതി നൽകാവുന്നതാണ്. വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്ക് പരാതി നൽകാവുന്നതാണ്. പിന്നെ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം, പരാതി നൽകാം. ഓക്കെ, അപ്പോൾ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് പരാതി നൽകാം. സേവനങ്ങൾക്ക് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് പരാതി നൽകാം. വില നമുക്ക് അതിൽ നിയമാനുസൃതമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കി കഴിഞ്ഞാലും നമുക്ക് പരാതി നൽകാവുന്നതാണ്. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി നൽകാം. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരാതി നൽകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ, സേവനങ്ങൾക്ക് പോരായ്മയുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് തന്നിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കി കഴിഞ്ഞാൽ, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുന്നത്, അതുപോലെ ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്തത് ത്രിതല ഉപദേശക സമിതിയെക്കുറിച്ചാണ്. ത്രിതല ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ്. എന്താണ്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്. ഓക്കെ, ത്രിതല ഉപദേശക സമിതി ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അതായത് ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക, വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം. നമ്മളിപ്പോൾ കണ്ട സമിതികളുടെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് സാധന വിൽപ്പന നിയമമാണ്. 1930 വരുന്നത് കേട്ടോ, സാധന വിൽപ്പന നിയമം. അതെന്താന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, സാധന വിൽപ്പന നിയമം എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പാനന്തര സേവനം എന്ന് പറയുന്നത് ലംഘനത്തിന്റെ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് കാർഷികോൽപ്പന്ന അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം. ഓക്കെ, കാർഷികോൽപ്പന്ന നിയമം 1937 വരുന്നതാണ്. അതുകൂടെ നോക്കാം. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചിട്ടാണ്. ഓക്കെ, കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് കാർഷികോൽപ്പന്ന നിയമം അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം അനുസരിച്ചിട്ടാണ്. അടുത്തൊരു നിയമമാണ് അവശ്യ സാധന നിയമം. ഓക്കെ, അവശ്യ സാധന നിയമം 1955 വരുന്നതാണ്. കൊള്ള ലാഭം, പൂഴ്ത്തിവയ്പ്, കാരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. ഓക്കെ, കൊള്ള ലാഭം,
പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അടുത്ത ഒരു നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം. അളവ് തൂക്ക നിലവാര നിയമം 1976 വന്നതാണ്. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം. ഓക്കെ, അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം. വർഷം ഓർത്തിരിക്കുക, 1976. അടുത്തത് ഭരണതലത്തിലെ സംവിധാനങ്ങളാണ് നോക്കുന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന്, ലീഗൽ മെട്രോളജി വകുപ്പ്. ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറയുമ്പോൾ അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് കേട്ടോ. അപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അല്ലേ. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നതാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ചില ചിഹ്നങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം കാണുന്നത് അക്മാർക്കാണ്. ഓക്കെ, അക്മാർക്ക്. ഇവിടെ നോക്കുക, ഭാരത സർക്കാർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. അക്മാർക്ക് അതായത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് കേട്ടോ. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ അക്മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ISI മുദ്ര എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ISI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, BIS എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനാണ് ISI മുദ്ര നൽകുന്നത്. ഓക്കെ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന മുദ്രയാണ് ISI എന്ന് പറയുന്ന മുദ്ര. അടുത്തത് ISO ആണ്. ISO എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ISO. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം BIS എന്താണ്? സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതാണ് അല്ലെ. BIS എന്താണ്? സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് CE എന്താണ്? ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നു. CE എന്താണ്? ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന ചിഹ്നമാണ്. അടുത്തത് FPO. ഓക്കെ, ചിഹ്നം കാണുന്നുണ്ടല്ലോ അല്ലേ. FPO അതെന്താണെന്ന് വെച്ചാൽ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഉള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നു. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് FPO എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ ആണ് കേട്ടോ. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം
1985 ഓക്കെ. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഈ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1986 ഡിസംബർ 24 ഓക്കെ. 1986 ഡിസംബർ 24 നിയമം നിലവിൽ വരുന്നത്. അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും SCRT ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ രണ്ട് എക്സാമിനും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു പോയിന്റും വിട്ടുകളയാതെ പഠിക്കുക. ഓക്കെ, 20-ാം തീയതി എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതിൻ്റെ PDF, ഇപ്പം നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ടെലഗ്രാമിൽ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലിങ്ക് ഓപ്പൺ ആവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വന്നോളും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത SCRT ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്